ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഖത്തറിലും ദുബായിലൊക്കെ ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ട്രെൻഡിങ് ആൻഡ് വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഒന്നും പറയാനില്ല, സൂപ്പർ പൊള്ളി ഐറ്റമാണ്. നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വെറുതെ ഇത് മാത്രമായിട്ട് കഴിക്കാനും അല്ല, നമുക്ക് റുമാലി റൊട്ടിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു നല്ലൊരു ടെക്സ്ചറാണ്. സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയണ്ട, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നാലോ. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് നമ്മൾ അൽഫാമിനൊക്കെ കട്ട് ചെയ്യൂലേ, അത്രയും വലിയ പീസായിട്ട് തന്നെയാണ് ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു കോഴി വാങ്ങിയിട്ട് അത് 4 പീസായിട്ട് എടുത്തിട്ട് അതിൻ്റെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല, ഉപ്പ്, പിന്നെ എന്താ എടുക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഇടണം, നല്ല കട്ട തൈര് ഇടണം, പാകത്തിന് ഉപ്പിടണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് സ്പൈസസ് ഒക്കെ ആവശ്യമനുസരിച്ച് കയറ്റിയെടുക്കുക കേട്ടോ. കാരണം കുറച്ച് എരിവായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുരുമുളക് പൊടി നന്നായിട്ട് അങ്ങോട്ട് കയറ്റിയെടുത്താൽ മതി. നല്ലതെന്ന് വെച്ചാൽ ഒരു കഴിവതും ഒരു 1-2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കാൻ നോക്കണം. അതവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇനി 2 മുട്ട ഒന്ന് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. അത് മയോണൈസ് അടിക്കണ പോലെ തന്നെ അടിച്ചെടുത്താൽ മതി. നമുക്ക് ഈ സമയത്ത് ചിക്കൻ ഒന്ന് ഇതേപോലെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു ഹാഫ് ഓയിലും ഹാഫ് ബട്ടറും കൂടി ഇട്ടിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലല്ല ഇട്ടിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ടെൻഡറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ നൈഫൊക്കെ വെച്ച് ഒന്ന് പയ്യെ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ആ ഫ്ലഷിലേക്ക് ഈ മസാലയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതിയൊക്കെ ഉണ്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ആ സ്പൈസസും ഓയിലൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കയറിക്കോളും. ഞാൻ ഇത് സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഇങ്ങനെ ഹാർഡായിട്ടൊന്നും ഫ്രൈ ആയില്ല, നല്ല സോഫ്റ്റ് മീറ്റായിട്ട് തന്നെയാണ് കിട്ടിയത്. അതവിടെ നിന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ആവട്ടെ. ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ആ മിക്സ് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മയോണൈസ് ഉണ്ടല്ലോ, അത് ഫുൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫ്ലെയിം ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ഇഫ ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടും. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നോർമലി ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്ക് ചീസി ആയിട്ടുള്ള മയോണൈസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. ഞാൻ നോക്കി കുറച്ചൊരു അലങ്കാരപ്പണികളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓപ്ഷണലാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ചെറുതായിട്ട് ഒറിഗാനോയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ എൻ്റേതായ ചെറിയ പണിത്തരങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്തത്, കാണാനൊരു ഭംഗി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ നമ്മുടെ വൈറൽ ചിക്കൻ ആയിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഇഫ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.